ഇത് കുറച്ചൊരു പഴയ വീഡിയോ ആണേ. ഇത് നമ്മുടെ കുട്ടേട്ടൻ പെട്ടുപോയ ഒരു അവസ്ഥയാട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറുന്ന ആട്ടെ കാണുന്നത്. പൂരി മസാല കഴിച്ച് കുട്ടേട്ടൻ നെയ് റോസ്റ്റ് മസാല ദോശയും ആട്ടോ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എനർജിയൊക്കെ റീഗെയിൻ ചെയ്ത് ഞങ്ങളിത് യാത്ര തുടരുകയാണ്. നല്ല ദൂരം ഉണ്ട് കേട്ടോ. തൊടുപുഴയോ മൂവാറ്റുപുഴയോ അങ്ങനെ ഉള്ളിലേക്കൊരു സ്കൂളിലാണ് കേട്ടോ എനിക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ അതേ പോവാണ്. ഞാൻ ദേ കഴിച്ച ഹോട്ടൽ കാണിച്ചു തരാം. ഇതാട്ടോ ആര്യഭവൻ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും ദേ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്കൊരു ഒരു ഭക്ഷണം പോലെ തന്നെ ഒരു മരുന്നുള്ള കാര്യം എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അത് എന്തിൻ്റെയാണെന്നും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ദേ ഇതാട്ടോ സ്ഥലം. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഇത് നല്ല വഴി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു റൈഡിന് പോയതുപോലെ ആട്ടോ. താഴ്ന്ന് പൊങ്ങി നമ്മൾ ടാറിട്ട റോഡ് തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് രണ്ട് സൈഡിലും പൈനാപ്പിൾ തോട്ടമൊക്കെ ആട്ടോ. അത് കുറേ ഉള്ളിലേക്കാണ് കേട്ടോ. ഒരു വീട് പോലും ഇല്ല സ്കൂളിന് ചുറ്റും ഒന്നും കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് സ്കൂളിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇതിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ദ ബെത്ലഹേം ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് പേര്. അത് കറക്റ്റ് എക്സാക്റ്റ് ഞാൻ സ്ഥലം ഓർക്കുന്നില്ല, കുറേ നാളായല്ലോ. അതിനകത്തേക്ക് കയറിയിട്ടും കണ്ടോ രണ്ട് സൈഡിലും പൈനാപ്പിൾ തോട്ടം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് കയറാൻ പോവുകയാണ്. അതിൽ കുട്ടികളെ കിട്ടിയ 8ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ 5:45 മുതൽ വൈകുന്നേരം 4 മണി വരെയും പച്ചവെള്ളം കുടിച്ച് അവിടെ ഇരിക്കുക എന്നുള്ളതാട്ടോ. കാര്യം അടുത്തൊന്നും ഒരു കട പോലും ഇല്ല കേട്ടോ. നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്ര സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? ജോലി വരെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഫുൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എൻ്റെ കൂടെ എന്നല്ല, വണ്ടിയിൽ സ്പെൻഡ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ 3-4 പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ക്ലാസ് നിറച്ച ആൾക്കാരാണ്. ഇത് 2 പേരാട്ടോ നമ്മുടെ കൺസേൺ പേഴ്സൺ. ക്ലാസ് ഓർഗനൈസ് ചെയ്തല്ല ഇവരാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ച് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് എനിക്ക് ആവശ്യമായിരുന്നു കേട്ടോ ഫുഡൊക്കെ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചില്ലി ഗോബി വിത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടേട്ടൻ ഇങ്ങനെ പാവം, ഞാൻ ഇടയ്ക്ക് പോയി വിളിച്ചെങ്കിലും ഇവിടെ ഭയങ്കര ചമ്മൽ, നമ്മൾ വിളിക്കാത്ത സദ്യ ഉണ്ടാകാൻ വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ വൈകുന്നേരത്തെ സ്നാക്സ് ഞാൻ കൊണ്ടുപോയി കുട്ടേട്ടന് കൊടുത്തു കേട്ടോ. പാവം അത്ര നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതല്ലേ, ഞാൻ കഴിക്കാതെ കുട്ടേട്ടന് കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടേട്ടന് കിട്ടിയ 8ൻ്റെ പണി. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബി വിത്ത് ബൈ.